നമസ്കാരം. രാജ്യത്തിപ്പോൾ വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 79 മണ്ഡലങ്ങളിൽ കൃത്യമായിട്ടുള്ള വോട്ടിംഗ് അട്ടിമറി നടന്നുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് കൂട്ടുനിന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, വോട്ടെടുപ്പ് ദിവസം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ, പോളിംഗ് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വോട്ടിംഗ് ശതമാന കണക്ക് പുറത്തുവിടുന്നതാണ്. പിന്നീട് 1-2 ദിവസങ്ങൾക്ക് ശേഷം യഥാർത്ഥ കണക്കും പുറത്തുവിടുന്നതാണ്. മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇത്തരത്തിൽ വോട്ടെടുപ്പ് ദിവസം പുറത്തുവിടുന്ന കണക്കുകളും അതോടൊപ്പം തന്നെ അവസാന കണക്കുകളും തമ്മിൽ ഏതാണ്ട് 1% വ്യത്യാസം മാത്രമേ ഉണ്ടാവാറുള്ളൂ. അത് സ്വാഭാവികമാണ്. പക്ഷേ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല സംഭവിച്ചത്. ഏകദേശം 5% അടുത്ത് വോട്ടുകളുടെ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത്. നോക്കുക, അതായത് 5 കോടിക്ക് മുകളിൽ വോട്ടുകളുടെ കൃത്രിമത്വം ഇവിടെ നടന്നിരിക്കുന്നു. ചില മണ്ഡലങ്ങളിൽ അത് 12.5% വരെയൊക്കെ എത്തിയത് വലിയ രീതിയിലുള്ള സംശയം ഉളവാക്കുന്ന കാര്യമാണ്. മഹാരാഷ്ട്ര ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന വോട്ട് ഫോർ ഡെമോക്രസി എന്ന സ്ഥാപനമാണ് ഈ 5 കോടി വോട്ടുകളുടെ തിരിമറി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ടാവുമെന്ന സാധ്യതകളടക്കം ഇപ്പോൾ തെളിവുകൾ പുറത്തു കൊണ്ടുവരുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ 2ാം ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ശതമാനത്തിൽ വ്യത്യാസം വന്നിരിക്കുന്നത്. നമുക്കറിയാം, 2ാം ഘട്ട വോട്ടെടുപ്പിൽ ജനവിധി രേഖപ്പെടുത്തിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്ന് പറയുന്നത്. മാത്രമല്ല 79ഓളം മണ്ഡലങ്ങളാണ് ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള അട്ടിമറി നടന്നു എന്ന് ഈ ഒരു സ്ഥാപനം പറയുന്നത് തന്നെ. രാജ്യത്തൊട്ടാകെ ഈ 79 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം അത് കേരളത്തിൽ നിന്നുണ്ട്. അത് തൃശ്ശൂരാണ്. ഇതോടെ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയമാണ് ചർച്ചയാകുന്നതും വലിയൊരു ചോദ്യമായിട്ട് തന്നെ മാറുന്നതും. തെരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ടു മുൻപ് വരെ സുരേഷ് ഗോപി ജയിക്കുമെന്ന് ആരും തന്നെ വിശ്വസിച്ചിരുന്നില്ല. നമുക്കറിയാം, തൃശ്ശൂരിലെ ട്രെൻഡ് അനുസരിച്ച് VS സുനിൽകുമാർ ജയിക്കുമെന്നായിരുന്നു പൊതുവെ ഉണ്ടായിരുന്ന ഒരു ധാരണ. മുരളീധരൻ 2ാമത് വരികയും സുരേഷ് ഗോപി 3ാമതും വരുമെന്നായിരുന്നു ധാരണ. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് 70,000-ലധികം വോട്ടിന് സുരേഷ് ഗോപി ജയിച്ചു കയറിയതിനു ശേഷമാണ് സുരേഷ് ഗോപിയുടെ തനിക്കോണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുൻപ് സുരേഷ് ഗോപി പറഞ്ഞത് ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഏതാണ്ടൊക്കെ ചെയ്യുമെന്നായിരുന്നു. ഒടുവിൽ കേരളത്തിന് അർഹതപ്പെട്ട അല്ലെങ്കിൽ കിട്ടുമെന്ന് പോലും പ്രതീക്ഷിച്ച എയിംസും കിട്ടിയില്ല. എയിംസിന് സ്ഥലം പോരെന്നാണ് ജയിച്ചു കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിയുടെ കണ്ടെത്തൽ. അതായത് 150 ഏക്കറൊന്നും മതിയാവില്ല. ഏതായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് തിരിമറി നടന്നതിൽ തൃശ്ശൂരും ഉൾപ്പെട്ട സ്ഥിതിക്ക് ഇനി സുരേഷ് ഗോപിയുടെ കാര്യം തുലാസിലാകും. കാരണം സുരേഷ് ഗോപിക്കെതിരെ ഇപ്പോൾ നിയമ നടപടിക്ക് പ്രതിപക്ഷം ഒരുങ്ങിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരെ BJP ഹൈജാക്ക് ചെയ്തു എന്നാണ് ആരോപണം. ഒന്നെങ്കിൽ വോട്ടുകൾ ഹൈജാക്ക് ചെയ്യുക, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം കള്ളവോട്ട് ചെയ്യുക, അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനുകൾ മാറ്റുക എന്നീ സാധ്യതകളാണ് ഇപ്പോൾ കാരണമായിട്ട് പറയുന്നത്. വോട്ടിംഗ് മെഷീനുകൾ മാറ്റുക എന്നതിനാണ് ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ചുരുക്കത്തിൽ വോട്ടിംഗ് മെഷീനിൽ അപ്പാടെ കൃത്രിമത്വം നടന്നു. ഏതായാലും ഈ ഒരു ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ നിഷേധിച്ചിട്ടില്ല. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സഹമന്ത്രിയായി 1 മാസം തികയുന്നതേ ഉള്ളൂ. ഇപ്പോൾ അതിനു മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിജയത്തെക്കുറിച്ചുള്ള വിഷയങ്ങൾ അതിപ്പോൾ ചർച്ചയാവുകയാണ്. ചുരുക്കത്തിൽ കേരളത്തിൽ ഒരു സീറ്റിൽ മാത്രം BJP ഉള്ളതുകൊണ്ട് തന്നെ ബാക്കി 19 പേരടങ്ങുന്ന ഇന്ത്യ സഖ്യം സുരേഷ് ഗോപിയെ ഇപ്പോൾ 4 വശത്തു നിന്നും പിടിമുറുക്കിയിരിക്കുകയാണ്. കാരണം സുരേഷ് ഗോപി ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചതാണ് എല്ലാവർക്കും ഇപ്പോൾ സംശയത്തിന് പോലും ഇട നൽകിയിരിക്കുന്നത്. കാരണം ഒരുപക്ഷെ 10,000 അല്ലെങ്കിൽ 15,000 വോട്ടുകളുടെയൊക്കെ ഭൂരിപക്ഷമായിരുന്നെങ്കിൽ ഈ ഒരു സംശയത്തിന് പോലും ഇട നൽകില്ലായിരുന്നു. അതും തൃശ്ശൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ എങ്ങനെ ഇത്രയും ഭൂരിപക്ഷം കിട്ടി എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ ചോദ്യം നീങ്ങുന്നത് EVM അട്ടിമറിയിലേക്കാണ്. വോട്ടിംഗ് അട്ടിമറിച്ച് BJP ഒരുപാട് വോട്ടർമാരെ തിരികെ കയറ്റി. അങ്ങനെയൊക്കെ പല തന്ത്രങ്ങളും പയറ്റിയാണ് കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ വിജയിപ്പിച്ചെടുത്തത്. സുരേഷ് ഗോപി ആകട്ടെ കിട്ടിയ വിജയത്തിൽ ഞെട്ടി ആഘോഷിക്കുകയും ചെയ്തു. കേന്ദ്രമന്ത്രിയായി കഴിഞ്ഞപ്പോൾ ജനങ്ങളുമായിട്ടുള്ള ബന്ധമൊന്നും ഇപ്പോൾ സുരേഷ് ഗോപിക്കില്ല. സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതിൻ്റെ വിഷമം ഇപ്പോൾ തൃശ്ശൂരുകാർക്കിടയിൽ തന്നെയുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപിയെക്കുറിച്ച് ഓർത്ത് തൃശ്ശൂരുകാർ പോലും ലജ്ജിക്കുകയാണ്. ഏതായാലും
EVM-ൽ അട്ടിമറി നടന്നുവെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ MP സ്ഥാനം നഷ്ടമാകും. കാരണം വോട്ട് ഫോർ ഡെമോക്രസി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ട് പ്രതിപക്ഷം ആയുധമാക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലാണെങ്കിൽ LDF-ഉം UDF-ഉം അത് ആയുധമാക്കാൻ ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇനി അധികകാലം സുരേഷ് ഗോപിക്ക് ഈ മന്ത്രി കസേരയിൽ തുടരാനാവില്ല. ഉത്തർപ്രദേശിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ അവിടെ സമാജ്വാദി പാർട്ടി അധ്യക്ഷനായിരുന്ന അഖിലേഷ് യാദവ് പറഞ്ഞ വാക്കുകളാണ് നമ്മളിവിടെ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുള്ളത്. അഖിലേഷ് യാദവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പക്ഷേ പ്രവർത്തകർ ആരും തന്നെ വിശ്രമിക്കരുത്. വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച കേന്ദ്രങ്ങളൊക്കെ കാവലിരിക്കണമെന്നായിരുന്നു അഖിലേഷ് യാദവ് പറഞ്ഞത്. അത്തരത്തിൽ വളരെ വലിയ ശ്രദ്ധ സമാജ്വാദി പാർട്ടി പ്രവർത്തകർ കൊടുത്ത ഉത്തർപ്രദേശിൽ BJP വലിയ തിരിച്ചടി നേരിട്ടതും അതുപോലെ തന്നെ അയോധ്യയിലടക്കം തോൽക്കുന്നതും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ടെണ്ണൽ വേളയിൽ പോലും പിന്നിൽ പോയതും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം അത് കുത്തനെ ഇടിയുന്നതുമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇവിടെയാണ് സംശയം നീളുന്നത്. ആധുനിക സാങ്കേതിക വിദ്യ ഇത്രയധികം വളർച്ച പ്രാപിച്ചിട്ടും അന്തിമ കണക്കുകൾ പുറത്തുവിടാനായിട്ട് 5 മുതൽ 11 ദിവസം വരെ ഏതാണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരിക്കുന്നു. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ കഴിഞ്ഞ ദിവസം ഈ ആരോപണം ഉയർത്തിയിരുന്നു. ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് നിയമ നടപടികളടക്കം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. 5% വോട്ടിംഗ് വ്യത്യാസമെന്ന് പറയുന്നത് നിസ്സാര കണക്കല്ല. ആവറേജ് 10 ലക്ഷത്തോളം വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ട മണ്ഡലങ്ങളിൽ അങ്ങനെയെങ്കിൽ 50,000 വോട്ടുകൾ അത് വ്യാജ വോട്ടുകളാണ്. അങ്ങനെയെങ്കിൽ വലിയൊരു അട്ടിമറി തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ അട്ടിമറി വാർത്ത പുറത്ത് വിട്ടവർ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത മണ്ഡലത്തിൽ ഇപ്പോൾ തൃശ്ശൂരിനെയും ഉൾപ്പെടുത്തിയത് കൃത്യമായ ഡാറ്റ അനലിസിസ് നടത്തിയതിനു ശേഷമാണ്. ഏതായാലും ഇത്തവണത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് അത് തട്ടിപ്പായിരുന്നു. നമുക്കേതായാലും കാത്തിരുന്ന് കാണാം നിയമ പോരാട്ടത്തിനായിട്ട്, കോടതിയുടെ അന്തിമ വിധിക്കായിട്ട്. എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.